ഹലോ, ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് നമ്മുടെ റൂമിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പുറത്തെ രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂട് എന്ന് പറയുന്നത് കുറച്ച് കുറവുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ ഒരു 5:30, 6 ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആകും. പിന്നെ പുറകിൽ നമ്മുടെ റൂമിൻ്റെ ബാക്ക് യാർഡ്, അവിടെ ഒത്തിരി മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ഇളം കാറ്റും ഒക്കെ ഉണ്ട്. അപ്പം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ നമ്മുടെ ബാക്ക് യാർഡിൽ. അപ്പോൾ പുറകിലൊക്കെ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെയുണ്ട്. പിന്നെ ചുറ്റും നമ്മുടെ ഡേറ്റ്സ് പാമാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സീസണാണ്, ഡേറ്റ്സിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിളഞ്ഞ് മൂത്ത് പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അത് ബേർഡ്സ് ഒന്നും കൊത്തി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗ്രീൻ നെറ്റ് കവർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ്സ് മൂത്തത് ആ നെറ്റിൽ തന്നെ വീണ് കിടന്നോളും. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രൈ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഡേറ്റ്സ് ആണല്ലോ. അപ്പോൾ വളരെ രസകരമായിട്ട് എല്ലാം അവർ കവർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പൂടപ്പഴം, റംബൂട്ടാനൊക്കെ ഇങ്ങനെ കവർ ചെയ്തിടുമല്ലോ, അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റ്സ് കംപ്ലീറ്റ് ഇവിടെ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ബേർഡ്സും വെറുതെ കൊത്തിക്കളയത്തില്ല, പിന്നെ താഴെയും വീണ് നശിച്ചു പോകത്തില്ല എല്ലാം. അപ്പോൾ ഹാർവസ്റ്റിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേനും കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്രീൻ നെറ്റിൻ്റെ അകത്തായിരിക്കും, ആ നെറ്റിൽ നിന്ന് എടുക്കും. അങ്ങനെയാണ്. പിന്നെ ചുറ്റും ചെമ്പകം, നമ്മുടെ നാട്ടിലെ വെള്ള കളറ് ചെമ്പകമാണ് ഈ ചുറ്റും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. പിന്നെ ഇതൊക്കെ ചെമ്പകമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ ബേർഡ്സിൻ്റെ നല്ല കളകള സൗണ്ടും ഒക്കെയാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേയിങ് ഏരിയ എന്ന് പറയുന്നത്, ഇവിടെ പ്ലേയിങ് അലൗഡാണ്. കുട്ടികൾക്ക് സ്കൂട്ടർ ഓടിക്കാനോ അതുപോലെ തന്നെ സ്കേറ്റിങ് ചെയ്യാനോ സൈക്കിൾ ഓടിക്കാനോ ഒക്കെ അലൗഡായിട്ടുള്ള, കുട്ടികൾക്ക് ഓടിച്ചാടി കളിച്ച് സൗണ്ട് ഉണ്ടാക്കി ബഹളം വെച്ച് ഊട്ടിച്ചാടി നടക്കാനുള്ള ഒരു പ്ലേയിങ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ട് സ്മോക്കിംഗ് ഏരിയ. സ്മോക്കിങ്ങിന് വേണ്ടി അലൗ ചെയ്തിരിക്കുന്ന ഏരിയ ഇവിടെയാണ്. പിന്നെ അവിടുത്തെ കുറച്ച് ഒരു ചെയറും ടേബിളും ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ചായയും സ്നാക്സൊക്കെ ആയിട്ട് ഈവനിങ്ങിന് എല്ലാവരും വന്ന് അവിടെ ഇരിക്കുന്ന ഒരു റെസ്റ്റിംഗ് ഏരിയ പോലത്തെ ഒരു ഏരിയയാണ്. നമ്മുടെ വെള്ള ചെമ്പകമാണ്. ഇത് കണ്ടോ, ഇപ്പം ഒരു 5:30, 6 ഒക്കെ ആയപ്പോഴത്തേനും അടിപൊളി, വളരെ മനോഹരമായിട്ടുള്ള നല്ല ഇളം നല്ല കാറ്റ് വീശുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ്, പക്ഷേ എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഇവിടെ അത് ഒരുപാട് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ നാട്ടിൽ പോകുമ്പോൾ നഴ്സറിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ പേര് എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഇത് നോക്കിയാൽ നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു തണൽ വൃക്ഷം പോലെ അങ്ങ് പൂത്ത് തളർത്ത് നിൽക്കുകയാണ് നമ്മുടെ ചെമ്പകം എന്ന് പറയുന്നത്. ആ പൂവിന് ഒരു പ്രത്യേക മണമാണല്ലോ. അപ്പോൾ ഞാൻ ആ മരത്തിൻ്റെ അടിയിൽ വന്ന് കുറച്ച് നേരം ഇതൊക്കെ കണ്ട് ആ തണുത്ത കാറ്റ് കണ്ടോ. ഇപ്പം പുറത്ത് ഇത്രയും ചൂടാണെങ്കിലും ക്ലൈമറ്റ് ഇതാണെങ്കിലും മരത്തിൻ്റെ അടിയിൽ വന്നിരിക്കുമ്പോഴത്തേനുള്ള ഒരു സൗന്ദര്യം കണ്ടില്ലേ, ഭയങ്കര ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാനപ്പം പൂവൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മുടെ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ, സ്മോക്കിംഗ് ഏരിയ. അപ്പോൾ കുറച്ച് ചെയറും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ സാധാരണ ലേഡീസൊക്കെ വന്നിട്ട് ചായയൊക്കെ വെച്ച് സ്നാക്സൊക്കെ ആയിട്ട് വന്ന് ഇരുന്ന് സൊറ പറയും, തമാശ പറയുകയൊക്കെ ചെയ്യും. ചായ കുടിക്കലും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ നൈറ്റ് ടൈമിൽ, അങ്ങനെയുള്ള ടൈമിലൊക്കെ സ്മോക്ക് ചെയ്യേണ്ടവർക്ക് ആണുങ്ങളൊക്കെ വന്ന് സ്മോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് സ്മോക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാം കുട്ടികൾക്ക് പ്ലേയിങ് ഏരിയ ആണ്, അപ്പം സ്മോക്കിംഗ് ഏരിയ ആണ്. പിന്നെ ടീ ടൈം, നമുക്ക് റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ടീ ഒക്കെ കുടിക്കുമ്പോൾ ബോറാണെങ്കിൽ ചായയൊക്കെ വെച്ച് സ്നാക്സൊക്കെ ആയിട്ട് പുറത്ത് വന്ന് ലേഡീസൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബാക്ക് യാർഡാണ്. അപ്പോൾ താങ്ക് യു ഫോർ